ക്രിസ്തുവിൽ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ചാണ് ക്രിസ്തു പറഞ്ഞു തരുന്നത്. ഇത് പറഞ്ഞു കൊടുക്കാനുള്ള പ്രയാസം ക്രിസ്തു തന്നെ അനുഭവിക്കുന്നതാണ് ഈ ഉപമയിൽ നാം കാണുന്നത്. ദൈവരാജ്യത്തെ എന്തിനോട് ഞാൻ ഉപമിക്കും? എന്ത് ഉപമ കൊണ്ട് ഞാനിത് പറഞ്ഞു കൊടുക്കും? വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം മനുഷ്യരായ നമുക്ക് കൺമുമ്പിലുള്ള കാര്യങ്ങൾ പോലും മനസ്സിലാക്കാനായിട്ട് ഒത്തിരി പ്രയാസം. അങ്ങനെയെങ്കിൽ കാഴ്ചയ്ക്കപ്പുറത്തുള്ള ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എത്ര പ്രയാസമുള്ള കാര്യം ഇല്ലേ? നമ്മുടെ കൺമുമ്പിലുള്ള പല കാഴ്ചകൾ പോലും നമുക്കറിയാവോ? നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റണില്ല. വീട്ടിൽ നടുന്നൊരു ചെടി, ആ ചെടിയിൽ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ പുഷ്പിച്ച് നിൽക്കുമ്പോൾ ഈ പൂക്കൾ എവിടെ നിന്നാണ് വന്നതെന്ന് ഒരു കൊച്ചു ചോദിച്ചാൽ എന്ത് ഉത്തരം കൊടുക്കും? നമ്മൾ കൊടുക്കാനുണ്ട? അടിയിൽ നിന്ന് വന്നാണ്, വേരിയിൽ നിന്ന് വന്നതാണ്, എവിടെ നിന്ന് വന്നു? നമുക്കൊരു പിടുത്തമില്ല. ഇത്തിരി പോകുന്ന കൺമുമ്പിലുള്ള കാര്യങ്ങൾ പോലും നമുക്ക് എക്സ്പ്ലനേഷൻ ഇല്ല. ഇതെങ്ങനെ വന്നു, എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഇപ്പം നമ്മൾ ഈ വസിക്കുന്ന ഭൂമി അത് ഉരുണ്ടതാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സയൻസ് പഠിച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും ഏറിയ പങ്കും ഇപ്പോഴും ഈ ഭൂമി പരന്നതാണ് എന്ന് കരുതുന്നവരല്ലേ. കാരണം എന്താ? നമ്മുടെ കാഴ്ചയുടെ പരിമിതിയാണ്. അതാ കർത്താവ് പറയുന്നത്. ഈ നമ്മുടെ കൺമുമ്പിലുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഇത്രത്തോളം പ്രയാസമാണെങ്കിൽ ഈ കാഴ്ചയ്ക്കപ്പുറത്തുള്ള ഈ സ്വർഗത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കർത്താവ് പോലും വല്ലാതെ പണിപ്പെടുമ്പോഴാണ് ഒരു പാവപ്പെട്ട അച്ഛൻ ഇവിടെ നിന്ന് സ്വർഗരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ഒക്കെ വ്യാഖ്യാനിച്ച് തരണമെന്ന് ഇന്നത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. എങ്കിലും കർത്താവ് പറഞ്ഞ ഉപമയെ കൂട്ടുപിടിച്ചുകൊണ്ട് ആർക്കും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. വിത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഇന്നത്തെ രണ്ട് ഉപമകളാണ്. വിത്തിൻ്റെ ഉപമയും കടുകുമണിയുടെ ഉപമയുമാണ് കർത്താവ് ഇന്ന് നമുക്ക് പറഞ്ഞു തന്നത്. ഈ വിത്തിൻ്റെ ഉപമ നമ്മോട് പറയുന്ന സ്വർഗരാജ്യത്തിൻ്റെ ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഏതൊരു വിത്തും അത് മരമായിട്ടോ ചെടിയായിട്ടോ വളരണമെങ്കിൽ അത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ദൈവം താൻ പാതി ദൈവം പാതി എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അത് ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഈ ദൈവരാജ്യം സ്വന്തമാക്കുന്നതിനും ആവശ്യമാണ് എന്നുള്ളതാണ് ഈ ഉപമയിലൂടെ ക്രിസ്തു പറയുന്നത്. ഏതൊരു വിത്തും അത് മരമായിട്ട് വളരണമെങ്കിൽ ആദ്യം എന്ത് വേണം? മണ്ണിൽ കിടക്കാനായിട്ട് പറ്റണം. മണ്ണിൽ കിടക്കാത്ത ഒരു വിത്തും ഇതുവരെ മരമായിട്ട് മാറിയിട്ടില്ല. എന്ന് വെച്ചാൽ നാം ആയിരിക്കുന്ന ഈ ലോക ജീവിതത്തെ തന്നെയാണ് ഈ മണ്ണെന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മണ്ണിൽ കാലുകുത്തി നിൽക്കുന്നവന് മാത്രമേ സ്വർഗത്തിൻ്റെ കാഴ്ചകൾ കിട്ടൂ എന്നുള്ള കാര്യം. പക്ഷേ നാം ചെയ്യേണ്ട പ്രോസസ്സ് എന്തൊക്കെയാണ്? മണ്ണിൽ കിടന്നാൽ പോരാ. അടുത്ത നടപടി എന്താ? ഏതൊരു വിത്തും മരമായി മാറണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താ? ഒരു വിത്തിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു പുറന്തോട് ഓരോ വിത്തിനുമുണ്ട്. അത് പൊട്ടിക്കാനായിട്ട് തയ്യാറാണ്. ഏതൊരു വിത്തും മരമായിട്ട് വളരണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഈ വിത്തിൻ്റെ ഔട്ടർ ലെയറില്ലേ, അത് പൊട്ടിക്കാൻ തയ്യാറാണ്. ഇറ്റ് ഈസ് പെയിൻഫുൾ. കാരണം എന്താ? പുറത്ത് നിന്ന് ആരെങ്കിലും പൊട്ടിച്ചു കൊടുത്താൽ അതോടുകൂടി വിത്തിൻ്റെ കഥ കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് വേണം? അകത്ത് നിന്ന് വേണം ഈ വിത്തിന് പുറത്തേക്ക് വരാൻ. എന്ന് വെച്ചാൽ ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുക, നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെ നമ്മെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന പല ബന്ധനങ്ങളെയും പൊട്ടിച്ചെറിയാനുള്ള ഉൾക്കരുത്ത്, ചൈതന്യം ദൈവം നിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് നീ തന്നെ തിരിച്ചറിയണം. പുറത്തു നിന്നുമുള്ള ഒന്നിനും
നിന്നെ മൂടിയിരിക്കുന്ന ആവരണത്തെ, കവചത്തെ ഭേദിക്കാനായിട്ട് പറ്റൂല. അങ്ങനെ ചെയ്താൽ നിൻ്റെ വളർച്ച അവിടം കൊണ്ട് തീർന്ന്. അതുകൊണ്ട് ഉള്ളിൽ നിന്ന് വരണം ഈ കരുത്ത്. അപ്പം നമ്മെ ഇങ്ങനെ മൂടിയിരിക്കുന്ന ആവരണം എന്താ? അത് നമ്മുടെ അപകർഷതയായിരിക്കാം, നമ്മുടെ ഭയമായിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാകാം നമ്മളെ മൂടിയിരിക്കുന്ന ഈ ആവരണം എന്ന് പറയുന്നത്. അതിനെ ഇങ്ങനെ തട്ടി തകർക്കാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോഴാണ് ഫസ്റ്റ് ഔട്ടർ ലെയർ പുറത്ത് വരുള്ളൂ, പൊട്ടിക്കാൻ പറ്റുള്ളൂ. അവിടം കൊണ്ടും തീരും ഇല്ല. കാരണം വിത്ത് കിടക്കുന്നത് ഈ മേൽമണ്ണിൻ്റെ അടിയിലാണ്. അടുത്ത നടപടി എന്താ? അപ്പോൾ ആദ്യം ഉള്ളിലെ ചൈതന്യം കൊണ്ട് നീ നിന്നെ തന്നെ മൂടിയിരിക്കുന്ന അല്ലെങ്കിൽ കവർ ചെയ്തിരിക്കുന്ന ഭയത്തെയും പേടിയെയും അപകർഷതയും ഒക്കെ സ്വാർത്ഥതയും ഒക്കെ നീ എന്ത് ചെയ്യണം? പൊട്ടിച്ചെറിയണം. അടുത്ത നടപടി എന്താ? കുറച്ചും കൂടി കഠിനമാണ്, ഹാർഡാ. കാരണം എന്താ? മേൽമണ്ണിനെയാ. ഇത്തിരി പോകുന്നൊരു വിത്ത് മേൽമണ്ണിനെ ഇങ്ങനെ പൊട്ടിച്ചെറിഞ്ഞാൽ എവിടെ വരുള്ളൂ? മുകളിലേക്ക് വരുള്ളൂ. ഈ കവർ ചെയ്തിരിക്കുന്ന മേൽമണ്ണ് എന്താ? നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്ക് നൽകുന്ന വിമർശനങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, പരദൂഷണങ്ങൾ. പലപ്പോഴും നമ്മൾ അവിടെ കൊണ്ട് തീർന്നു പോകും. അവൻ അങ്ങനെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ പറഞ്ഞു, അപവാദം പറഞ്ഞു, പിന്നെ ഞാൻ തീർന്നു. അവനും ഇവനും അവരുമൊക്കെ പറയുന്നത് കേട്ട് തളർന്ന് ഇരിക്കേണ്ടവരോ ജീവിതം നശിപ്പിക്കേണ്ടവരോ അല്ല നമ്മളെന്ന് ഈ വിത്തിൻ്റെ ഉപമയിലൂടെ ക്രിസ്തു പറഞ്ഞിരിക്കുക. വിമർശനങ്ങൾ ഉണ്ടാവുമെന്നേ, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവുമെന്നേ, അപമാനിക്കൽ ഉണ്ടാവുമെന്നേ, ഇതൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ. പക്ഷെ നിൻ്റെ ഉള്ളിൻ്റെ ചൈതന്യം അതിക്ക് മേലെയാ. അത് നീ തിരിച്ചറിയണം. എന്നിട്ട് വേണം നീ എന്ത് ചെയ്യാൻ? ദാ ഈ മേൽമണ്ണിനെയും മൂടിയിരിക്കുന്ന വിമർശനങ്ങൾ, മറ്റുള്ളവർ നൽകുന്ന പുറന്തോടാണ് ഈ മേൽത്തട്ട്. അതിനെയും വകച്ചു മാറ്റിക്കൊണ്ട് നീ മുകളിലേക്ക് വളരും. അതാണൊരു വിത്ത് നൽകുന്നത്. അത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ വളർച്ച അതാര് നോക്കും? തമ്പുരാൻ നോക്കും. കാരണം ഈ സൂര്യപ്രകാശം നൽകുന്നത് ആരാ? നീയാണ്. നമ്മുടെ കഴിവിനപ്പുറത്തായ കാര്യങ്ങളാണ് അല്ല. അതൊക്കെ ഈ വെള്ളം നനക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലും വെള്ളം അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നിനക്ക് വേണ്ട പരിചരണവും കരുതലും വെളിച്ചവും ഒക്കെ നൽകാൻ നിൻ്റെ ദൈവത്തിന് അത് വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ്. അപ്പം ഇത് നീ ചെയ്യണം. നീ ചെയ്യേണ്ട ആദ്യത്തെ പാർട്ട് ഇതാ. പിന്നെയും ഉണ്ട് നിൻ്റെ ഒരു പാർട്ട്. നീ മുകളിലേക്ക് സ്വർഗത്തിലേക്ക് മിഴികൾ ഉയർത്തി വളരണമെങ്കിൽ അടുത്ത നടപടി എന്താ? ഈ വളരുന്ന ചെടിയുടെ വൃക്ഷത്തിൻ്റെ വേരുകൾ താഴേക്ക് പോകണം. ഈ വേരുകൾ എന്താ? നിൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയും ദൈവത്തിലുള്ള ആശ്രയത്വവും നിൻ്റെ ജീവിതത്തിൻ്റെ ധ്യാനവുമാണ്. അതാണ് ഈ വേര്. ഈ വേര് എത്രത്തോളം, ഈ മൂന്ന് കാര്യങ്ങളും എത്രത്തോളം ഈ മണ്ണിലേക്ക്, നീ ആയിരിക്കുന്ന ഈ പ്രതലത്തിലേക്ക് താഴ്ന്നിറങ്ങുന്നുവോ അപ്പോൾ മാത്രമേ നീ എത്രത്തോളം വളർന്നാലും കടപുഴകാതെ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? ഒരു ചെറിയ കാറ്റ് വന്നാൽ മതി, നീ ഇങ്ങനെ തകർന്ന് താഴ്ച കെട്ടി താഴെ വീഴും. അതുകൊണ്ട് നിൻ്റെ സ്വർഗോന്മുഖമായ വളർച്ചയ്ക്ക് ആനുപാതികമായിട്ട് നീ എന്ത് ചെയ്യണം? നിൻ്റെ പ്രാർത്ഥന ബലപ്പെടുത്തണം, ദൈവത്തിലുള്ള ആശ്രയത്വം കരുത്തുള്ളതാക്കണം, നിൻ്റെ മെഡിറ്റേഷൻ ധ്യാനം കുറേ കൂടി ആഴമുള്ളതായിട്ട് മാറണം. ഇത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എത്ര വലിയ കൊടുങ്കാറ്റ് വന്ന് നിൻ്റെ ജീവിതമാകുന്ന മരത്തെ ഉലയ്ക്കാൻ നോക്കിയാലും അത് മറ്റുള്ളവർക്ക് കാറ്റ് നൽകുന്ന, തണൽ നൽകുന്ന അനുഭവമാകുള്ളൂ. നിന്നെ വീഴിക്കാൻ പറ്റില്ല, അതല്ലെങ്കിൽ വീണുപോകും. അപ്പോൾ നിൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഊഷ്മളതയും അതുപോലെ തന്നെ തണലും ഒക്കെ നൽകുന്ന അനുഭവമായിട്ട് മാറണമെങ്കിൽ നീ ചെയ്യേണ്ടത് എന്താ? പുറന്തോട് പൊട്ടിക്കണം. മേൽത്തട്ടാവുന്ന വിമർശനങ്ങളെ നീ വകച്ചു മാറ്റാൻ തയ്യാറാകണം. പ്രാർത്ഥനയും മെഡിറ്റേഷനും ദൈവത്തിലുള്ള ആശ്രയമാകുന്ന വേരുകൾ ആഴങ്ങളിലേക്ക് ഇറക്കാൻ തയ്യാറാകണം. അപ്പോൾ നിൻ്റെ സാന്നിധ്യം അത് ഏവർക്കും സ്വർഗത്തിൻ്റെ അനുഭവമായിട്ട് മാറും. ഇപ്പം ദൈവരാജ്യം എന്ന് പറയുന്നത് അങ്ങ് ആകാശത്തിൻ്റെ അനന്ത നീലിമയിൽ എവിടെയോ ഒളിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയല്ല. നീ തന്നെ ഒരു മരമായിട്ട് വളർന്നു വലുതാകുമ്പോൾ നീ അപരന് നൽകുന്ന കരുതലാണ്, നീ അപരന് നൽകുന്ന കൂടൊരുക്കലാണ്. കണ്ട, അനേകം ആ വൃക്ഷത്തിൻ്റെ ശാഖകളിൽ വന്ന് പറവകൾ കൂടൊരുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ
നീയാകുന്നൊരു വൃക്ഷം ഒത്തിരിയേറെ പേർക്ക് ആശ്വാസവും സാന്ത്വനവും തണലും സ്വസ്ഥതയൊക്കെ ആയിട്ട് മാറുക എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവരാജ്യം. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, ദൈവരാജ്യം നിൻ്റെ ഉള്ളിലാണ്, നീ തന്നെയാണ് ദൈവരാജ്യം എന്നറിയുക. അത് വളർന്ന് പന്തലിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്ന ചെറിയ ഉപമ, ഇത്തിരി പോകുന്ന കടുകുമണിയുടെയും വിത്തിൻ്റെയും ഉപമയിലൂടെ ക്രിസ്തു പങ്കുവെച്ച് തരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ വചനം നൽകുന്ന ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗോന്മുഖരായിട്ട് നമുക്ക് വളരാം. അപ്പോൾ നമ്മുടെ സാന്നിധ്യം അനേകം പേർക്ക് ആശ്വാസവും ആശ്രയവും അനുഗ്രഹവുമായിട്ട് മാറും.